നമസ്കാരം. ഇപ്പോൾ പാമ്പൻ സ്വാമികൾ എന്നൊരു സിദ്ധർ മുരുകനെ ധ്യാനം ചെയ്ത് സിദ്ധി കിട്ടി ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഫിലോസഫി ബുക്സൊക്കെ എഴുതിയ ഒരു സിദ്ധരാണ് പാമ്പൻ സ്വാമികൾ. അങ്ങേര് എഴുതിയിട്ടുള്ള ചില കുമാരസ്തവം എന്ന് പറയുന്ന ഒരു പോർഷനിൽ അത് നിയറസ്റ്റ് മലയാളീസിനും മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു ഈസി ആയിട്ടുള്ള പോർഷൻ ഒന്ന് മുരുക ഭക്തர்கள் ക്ഷേത്രങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പറയുകയാണ്. ഓം ഷൺമുഖ പതയേ നമോ നമഃ. ഓം ഷൺമത പതയേ നമോ നമഃ. ഓം ഷഡ്ഗ്രീവ പതയേ നമോ നമഃ. ഓം ഷഡ്ക്രീഡ പതയേ നമോ നമഃ. ഓം ഷഡ്കോണ പതയേ നമോ നമഃ. ഓം ഷഡ്കോശ പതയേ നമോ നമഃ. ഓം നവനിധി പതയേ നമോ നമഃ. ഓം ശുഭനിധി പതയേ നമോ നമഃ. ഓം നരപതി പതയേ നമോ നമഃ. ഓം സുരപതി പതയേ നമോ നമഃ. ഓം നടശിവ പതയേ നമോ നമഃ. ഓം ഷഡാക്ഷര പതയേ നമോ നമഃ. ഓം കവിരാജ പതയേ നമോ നമഃ. ഓം തപരാജ പതയേ നമോ നമഃ. ഓം ഇഹപര പതയേ നമോ നമഃ. ഓം പുകൾമുനി പതയേ നമോ നമഃ. ഈ വേർഡ്സൊക്കെ മാക്സിമം തമിഴ് മലയാളം രണ്ട് പേർക്കും ഈസിയായി മനസ്സിലാകാനുള്ള ഒരു ബുക്കാണ്. ഇത് പാമ്പൻ സ്വാമികൾ എഴുതിയ ബുക്കുകളൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. മുരുക ഭക്തന്മാർ ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മുരുക ഭക്തൻ വരുന്നുണ്ട്. അവരുടെ മെയിൻ വർക്ക് ഇതേമാതിരിയുള്ള ഈ തമിഴിലുള്ള മുരുക സിദ്ധர்கள் അരുണഗിരിനാഥർ, പാമ്പൻ സ്വാമികൾ ഈ എഴുതിയത് ഇതൊക്കെ നക്കീരൻ ഇവരൊക്കെ എഴുതിയ പാട്ടുകൾ ഹൈംസ് അത് ശ്ലോകങ്ങൾ മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്താൽ നന്നായിരിക്കും. എനിവേ ഞാനിത് ഈസിയായിട്ട് മലയാളത്തിൽ ഉള്ളവർക്കും ഇത് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ സാൻസ്ക്രിറ്റും മിക്സായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് 100% ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ നരപതി പതയെ മനുഷ്യനുക്കെല്ലാം തലവനായിരിക്കുന്ന മുരുകൻ. സുരപതി പതയെ ദേവர்களுക്കെല്ലാം തലവനായിരിക്കുന്നു. നടശിവ പതയെ എന്ന് വെച്ചാൽ തില്ലൈ നടരാജർ തന്നെ എനർജി തന്നെ മുരുകനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് അഗസ്ത്യറും പറയുകയാണ്. അത് ഷഡാക്ഷര പതയെ എന്ന് വെച്ചാൽ ഓം ഐം ക്രീം ക്ലീം സൗം ശരഹണ ഭവഹ 6 ലെറ്റർ എഴുത്ത് പഞ്ചാക്ഷരം മാതിരി. ഇത് മുരുകൻ്റെ ഇത് ഷഡാക്ഷരം. ഇത് 6 മുഖത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി ഷഡാക്ഷരം. അത് ഇതേമാതിരി ഇഹപര നന്മകൾ